നമസ്കാരം, ഞാൻ ജോ പോളഞ്ചേരി. ഞാനിപ്പോൾ കലൂർ എഴുതിയിരിക്കുന്നത് ഫോർസ കൊച്ചി FC അസിസ്റ്റൻറ്റ് കോച്ചായിട്ടാണ്. ഞങ്ങളുടെ കാലത്ത് 86 വേൾഡ് കപ്പ് നടക്കണേ, അത് വലിയൊരു ഇൻസ്പിറേഷനായിരുന്നു എല്ലാവർക്കും. കാരണം ഞാൻ 10ാം ക്ലാസ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒരു ആളുടെ വീട്ടിൽ പോയിരുന്ന് കളി കാണും. അത് വൈകിട്ട് 9 മണിക്ക് കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം കാലത്ത് 5 മണി വരെയാണ്. അപ്പം അങ്ങനെ അത് ഒരു ഇൻട്രസ്റ്റ് വന്നു. പിന്നെ ചെറുപ്പത്തിൽ വീടിൻ്റെ അവിടെ തന്നെ കളികളൊക്കെ ഉണ്ട് എല്ലാവരായിട്ട്. ഞങ്ങളുടെ ഒരു ഏരിയ തന്നെ ഗ്രൗണ്ട് ഉണ്ട്, ഒരു സ്കൂൾ ഗ്രൗണ്ടാണത്, തിരൂര് സെൻറ് തോമസ് സ്കൂൾ. അവിടെ നിന്ന് കളി പഠിച്ചു. പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റായി. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു സമ്മർ ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ സമ്മർ ക്യാമ്പാണ് വലിയൊരു വഴിത്തിരിവ്. അതൊരു വിന്നേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. അവരാണ് സമ്മർ ക്യാമ്പ് വെച്ചത്. അപ്പോൾ അവിടുത്തെ കോച്ച് സ്പോർട്സ് കൗൺസിലിൻ്റെ കോച്ചായിരുന്നു, ജോസഫ് റൈസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആളുടെ അണ്ടറിൽ ഒരു മാസത്തെ ക്യാമ്പ് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ ആളെന്നെ വിളിച്ചു പറഞ്ഞു, തൃശ്ശൂർ സ്പോർട്സ് കൗൺസിലിൻ്റെ ക്യാമ്പ് നടക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. അങ്ങനെ കണ്ടിന്യൂസ് അങ്ങനെ പോകുന്നു. പിന്നെ അതോടൊപ്പം തന്നെ പിന്നെ 10 പാസ്സായതിനു ശേഷം കേരളമ്മ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നു. അവിടെയും ഈ കോച്ച് തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഭാഗ്യമാണ് ആ സമയത്ത് കണ്ടിന്യൂസ് ഇങ്ങനെ കളിക്കാൻ പറ്റി, പ്രാക്ടീസ് ചെയ്യാൻ പറ്റി. അങ്ങനെ കളി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് എനിക്ക് കിട്ടിയത്. കാരണം 19 കളിച്ചു, അണ്ടർ 21 കളിച്ചു, പിന്നെ അണ്ടർ 23 വന്നു. അതൊക്കെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെയാണ് 93 ഇന്ത്യൻ ക്യാമ്പിലുണ്ടായിരുന്നു. പിന്നെ അന്ന് സെലക്ഷൻ കിട്ടിയില്ല, അതായത് റിസർവായി. അപ്പോൾ നമുക്ക് അന്ന് ഏജ് ആയിട്ടില്ല, ഏജ് ആവണുള്ളൂ എനിക്കൊക്കെ ശരിക്കും. അങ്ങനെ 94 ഞാൻ ആദ്യമായിട്ട്. 93 ഞാൻ SBTയിൽ ജോയിൻ ചെയ്തു തിരുവനന്തപുരത്ത്. അങ്ങനെ പിന്നെ സന്തോഷ് ട്രോഫി കളിക്കുന്നത് 94. അങ്ങനെയാണ് എനിക്ക് ആ ചാൻസ് കിട്ടുന്നത്. സന്തോഷ് ട്രോഫിയിൽ കളിച്ച് അപ്പോൾ കൽക്കട്ട ടീമുകൾക്കെതിരൊക്കെ കളിച്ച് നല്ല അതായത് ഗോൾ സ്കോറിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കളി കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കാൻ വന്ന 2 പേര്, ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ. ഈസ്റ്റ് ബംഗാളുകാരായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട്, അപ്പോൾ വിജയൻ അന്ന് അവിടെ കളിക്കുന്നുണ്ട് കൽക്കട്ടയിൽ. അപ്പോൾ ആ സമയത്ത് വിജയൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, മോഹൻ ബഗാന് താല്പര്യമുണ്ട്, എന്താണെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ബാങ്കിൽ ലീവ് എഴുതി വെച്ച് മോഹൻ ബഗാനെ സൈൻ ചെയ്യണം 94. ആ 94 ഞാൻ ആദ്യമായിട്ട് ഇന്ത്യ കളിക്കുന്നത്. ആ ഒരു കരിയർ എൻ്റെ നല്ലൊരു ഗ്രാഫ് തന്നെയായിരുന്നു. കാരണം കണ്ടിന്യൂസ് എനിക്ക് കളിക്കാൻ പറ്റി. അതായത് ഇന്ത്യൻ ടീമിൽ പെട്ടാലും ചിലപ്പോൾ കളിക്കാൻ ചാൻസ് കിട്ടില്ലായിരുന്നു, പക്ഷെ എനിക്ക് 11 തന്നെ ചാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് 94 ക്ലബ് ലെവലിലും അധികം ഗോൾ അടിച്ചതിന് അതിൻ്റെ ഒക്കെ കൂടിയിട്ടാണ് പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് ഇത് കിട്ടിയത്, എനിക്ക് അവാർഡ് കിട്ടിയത്. അതൊരു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ, ഫസ്റ്റ് ഇയർ തന്നെ ഇങ്ങനെ കിട്ടുന്നുള്ളത്. അതൊരു മോട്ടിവേഷനായി, അത് നമുക്കൊരു ബോണസ് എന്ന് പറയില്ലേ, അതാണ്. മോഹൻ ബഗാനിൽ കളിക്കുമ്പോൾ ഒരുപാട് ഗോളുകൾ സ്കോർ ചെയ്തിരുന്നു. പിന്നെ ഇന്ത്യൻ ടീമിൽ കളിക്കുമ്പോൾ സ്കോർ ചെയ്തിരുന്നു. ആ ഒരു മാനദണ്ഡം വെച്ചിട്ടാണ്, അതായത് 92 മുതലാണ് തോന്നുന്നുണ്ട് ഇത് തുടങ്ങിയത്, ഇത് ബെസ്റ്റ് അവാർഡ് കൊടുത്തു വരുന്നത് AFF. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇയർ വിജയനെ കിട്ടിയതിന് ശേഷം സത്യേട്ടനായിരുന്നു, 3ാമത് ഞാനാണ്. അപ്പോൾ മലയാളീസ് തന്നെ ഫസ്റ്റ് 3 തവണ ഞങ്ങൾ വാങ്ങിച്ചത്. അപ്പോൾ അത് എല്ലാം കൂട്ടിയിട്ടാണ് ഇന്ത്യൻ ടീമിൻ്റെ കളികളും ക്ലബ് ലെവലിലെ കളികളും അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ സെലക്ട് ചെയ്യുന്നത് തന്നെ. അത് നല്ലൊരു, എനിക്ക് 94 എൻ്റെ നല്ലൊരു കാലഘട്ടമായിരുന്നു. ഫുട്ബോൾ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാൾ ജോലിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കായിരുന്നു. പിന്നെയാണ് നമ്മുടെ ഗബ്രിയേൽ സാറാണ് C ലൈസൻസ് കോച്ചസിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, കോഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ 2008 ഞാനും അത് അറ്റൻഡ് ചെയ്തു ആ കോഴ്സ്. അപ്പോൾ എന്നോട് ചോദിച്ചു, സാറ് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു കോച്ചിങ്ങിലേക്ക് കിടക്കാൻ. അപ്പോൾ ആളെൻ്റെ ട്രെയിനിങ് ഇതൊക്കെ കണ്ടിട്ട് എന്നോട് പറഞ്ഞു ചാൻസസ് ഉണ്ട്, കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ C ലൈസൻസാണ് ഫസ്റ്റ് ചെയ്യുന്നത് 2008 മുതൽ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഗ്രാജുവലി എന്നെ ഇന്ത്യൻ ടീമിലേക്ക് വിളിച്ചു, അണ്ടർ 13, അണ്ടർ 14 ഒക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മോഹൻ ബഗാൻ അക്കാദമി കോച്ചായി 2011. അങ്ങനെ പിന്നെ കണ്ടിന്യൂസ് ഞാൻ കോച്ചിങ് തന്നെ 2019 വരെ ചെയ്തു. പിന്നെ നമ്മുടെ കോവിഡ് വന്നപ്പോൾ ഞാൻ കുറച്ച് മാറിയിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ കമാൻഡറിയിലേക്ക് പോയി കുറച്ച്. അപ്പോൾ കോച്ചിങ് കരിയർ എനിക്കുണ്ടായിരുന്നു കുറച്ച് നാൾ. അപ്പോൾ ഞാൻ ഇന്ത്യൻ ടീമിനെ കൊണ്ട് ബ്രസീലിലൊക്കെ പോയതാണ്, ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരുന്നു. പിന്നെ ഇവിടെ തന്നെ ഈഗിൾ FC എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിലൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു, അതിൻ്റെ മെയിൻ കോച്ചായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. അവിടെ 2nd ഡിവിഷനൊക്കെ കളിച്ചാണ് I ലീഗിൽ. അപ്പോൾ കോച്ചിങ് പിന്നെ ഇപ്പോൾ ഇത് തുടങ്ങാമെന്ന് പറഞ്ഞപ്പോൾ SLK തുടങ്ങാമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എന്നോട് ചോദിച്ചു താല്പര്യം ഉണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് താല്പര്യമുണ്ട്.
അങ്ങനെയാണ് ഞാനിപ്പോൾ കൊച്ചി ടീമിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് വരുന്നത്. നമ്മളിപ്പോൾ നടക്കുന്ന സീനിയർ സ്റ്റേറ്റിലുള്ള പ്ലേയേഴ്സ് ഉണ്ടായിരിക്കാം, അതുപോലെ ക്ലബ് ലെവലിൽ ഇപ്പോൾ KPL ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ടെക്നിക്കൽ കമ്മിറ്റി തന്നെയുണ്ട്. അവരൊക്കെ കൂടി ആലോചിച്ചിട്ട് പ്ലേയേഴ്സിനെ ഞങ്ങൾ ചൂസ് ചെയ്യും. അത് കേരളത്തിൽ നിന്നുള്ള മാക്സിമം കേരളത്തിൽ നിന്നുള്ള പ്ലേയേഴ്സിനെയാണ് അതിന് ചൂസ് ചെയ്യുന്നത്. പിന്നെ ഔട്ട് സൈഡ് ഇതിന് ചില മാനദണ്ഡങ്ങളുണ്ട്, ക്രൈറ്റീരിയ ഉണ്ട് ശരിക്കും ഈ SLKയിൽ. ഇപ്പോൾ ഫോറിൻ പ്ലേയേഴ്സ് 6 പേര്, അതുപോലെ ഇന്ത്യൻ പ്ലേയേഴ്സ്, അതായത് ഇന്ത്യയിൽ നിന്നുള്ള പ്ലേയേഴ്സ് 6 പേര്, മാക്സിമം കേരളത്തിൽ നിന്നുള്ളവരെയാണ് ചേർക്കുന്നത്. അപ്പോൾ ആ ടെക്നിക്കൽ കമ്മിറ്റി ഞങ്ങൾ പ്ലേയേഴ്സിനെ ചൂസ് ചെയ്തെടുക്കണം. പിന്നെ ഓരോ ടീമിന് അതിൻ്റേതായ ഫിലോസഫി ഉണ്ടായിരിക്കും. ആ വരുന്ന കോച്ചിൻ്റെ അണ്ടറിലായിരിക്കും കാര്യങ്ങൾ നടക്കുക. ഒരു ലോങ് പീരീഡ് ആയിരിക്കും, ചിലപ്പോൾ ഷോർട്ട് പീരീഡ് ആയിരിക്കാം. അപ്പോൾ ആ സമയത്തിനനുസരിച്ച് ഉള്ള ഫിലോസഫി ആയിരിക്കും. അതുപോലെ തന്നെ ടാക്ടിക്സിലേക്ക് വരുമ്പോൾ ആ ടീമിൻ്റെ വീക്ക്നെസ് എവിടെയാണോ, സ്ട്രെങ്ത് എവിടെയാണോ, അതൊക്കെ കണ്ടുകൊണ്ടാണ് ഓരോ ടീമും ഓരോ കോച്ചുമാരും ഈ ഫോർമേഷൻ ആക്കുന്നത്. ഞാൻ 94 ആദ്യമായിട്ട്, അതായത് നമുക്കറിയില്ല, ജോലി വിട്ട് പോകുന്നു. ഇപ്പോൾ മോഹൻബാന് വേണ്ടി കളിക്കുമ്പോൾ, അതായത് ഡൂറൻ്റ് കപ്പിൽ ഫൈനലിൽ എൻ്റെ ഗോളിനാണ് ജയിക്കുന്നത്, ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ചിട്ട്. അത് 8 വർഷത്തിന് ശേഷമാണ് കപ്പ് എടുക്കുന്നത്. അപ്പം അതൊരു വലിയൊരു മൂമെൻറ്റ് തന്നെയാണ് എനിക്ക്. കാരണം അത്രയ്ക്കധികം കവറേജ് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഗോളിൽ ലാസ്റ്റ് മിനിറ്റ് ഗോളിന് ജയിക്കുന്നു, 8 വർഷത്തിന് ശേഷം കപ്പ് അടിക്കുന്നു. ആ ഒരു പ്രത്യേക ഒരു മൂമെൻറ്റ് തന്നെയുണ്ടോ. അതങ്ങനെ നമുക്ക് സപ്പോർട്ടേഴ്സിൻ്റെ, അതുപോലെ പിന്നെ ടീമിൻ്റെ ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ഇമോഷൻ ഇതാണ് നമുക്ക് കിട്ടിയത്. മെയിൻ കോച്ച് വരുന്നുള്ളൂ. അപ്പോൾ കോച്ചായിട്ട് ഇരുന്ന് സംസാരിച്ചിട്ട് നമ്മളിപ്പോൾ ഒരുപാട് പ്ലേയേഴ്സിനെ ചൂസ് ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ നമുക്ക് എത്ര പേരെടുക്കണം, ക്രൈറ്റീരിയകളുണ്ട്. നമ്മൾ അടുത്ത വർഷത്തേക്ക് നമ്മൾ എത്ര ജൂനിയർ പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യണം. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പേരെ ഗ്രാസ് റൂട്ട് ലെവലിൽ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അണ്ടർ 14, അണ്ടർ 15 അതിന് നമ്മൾ പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് സീനിയർ ലെവലിലേക്ക് എത്തിക്കണം. ഇതിപ്പോൾ ഒരു കൊല്ലം കൊണ്ട് അവസാനിക്കുന്നില്ല, ഇത് ലോങ് ടൈമാണ്. അപ്പോൾ ഈ അണ്ടർ 14 പ്ലേയേഴ്സൊക്കെ നമുക്ക് പിന്നെ 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ നമുക്ക് യൂസ് ചെയ്യാം. അതിന് ഉദാഹരണമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ യൂറോ കപ്പിൽ കണ്ട യമാൽ 17 വയസ്സാകുമ്പോഴേക്കും യൂറോ കപ്പ് കളിച്ചത്. അപ്പോൾ അതുപോലെയുള്ള അത് നമ്മൾ അത്രയ്ക്കല്ലെങ്കിലും നമുക്ക് അതുപോലെ ആക്കി കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അതാണിപ്പോൾ കോച്ച് വന്നതിന് ശേഷം, കോച്ചിനോട് സംസാരിച്ചതിന് ശേഷമായിരിക്കും ഈ പ്രോസസ്സുകളായി നടക്കുന്നത്. അണ്ടർ 13, അണ്ടർ 14 ഇന്ത്യൻ ടീമിൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ കോളിൻ ടോൾ എന്ന് പറഞ്ഞ കോച്ചായിരുന്നു ഹെഡ്. അപ്പോൾ ആൾ എന്നെ വിളിച്ചു, സംസാരിച്ചു. അപ്പോൾ ഇന്ത്യൻ ഒരുപാട് കോച്ചുമാർ വേറെ ഉണ്ടായിരുന്നു, നാരായണ മേനൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ എന്നോട് പറഞ്ഞു, കോച്ചിങ് കരിയറിൽ തുടങ്ങുകയാണെങ്കിൽ കുറച്ച് ആളെന്നെ സപ്പോർട്ട് ചെയ്തു കാര്യമായിട്ട്, യു ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് കിട്ടി. എന്നിട്ടാണ് ഞാൻ മോഹൻബാൻ്റെ അക്കാദമി കോച്ചായിട്ട് പോകുന്നതും. എന്നോട് പല തവണയും പറഞ്ഞു ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായിട്ട് തുടരാനായിട്ട്. പിന്നെ ഞാൻ അക്കാദമിയിലേക്ക് കടന്നു മാത്രം. അതാണ് ഒരു പ്രോത്സാഹനം. അതായത് ഒരു കോച്ച് നമ്മൾ കാണുമ്പോൾ കാലിബർ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു മോട്ടിവേഷനല്ലേ. അങ്ങനെയാണ് ഞാൻ ശരിക്കും കോച്ചിങ് കരിയർ എടുക്കാൻ തന്നെ കാരണം. പുറത്തൊക്കെ എല്ലാവരും പറയും നമുക്കൊരു കൾച്ചർ വേണമെന്നാണ് സ്പോർട്സിൻ്റെ. അതുപോലെ തന്നെ ഒരു ഫുട്ബോളിൻ്റെ ഒരു കൾച്ചർ നമുക്ക് ഉണ്ടാക്കി. കാരണം കേരളത്തിൽ ശരിക്കും അതിനുള്ള പേരുണ്ട്. ഒരുപാട് നമ്മളെക്കാൾ മുന്നേ കളിച്ച ഒരുപാട് പ്ലേയേഴ്സുകളുടെ പേരുകൾ ഇപ്പോഴും ഇന്ത്യയിലും പുറത്തൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതേപോലെ കളികൾ ഇന്നിപ്പോൾ കുറവ് എന്ന് പറയുന്ന ടൂർണമെൻറ്റുകൾ കുറവായി. ലീഗ് വന്നപ്പോൾ ടൂർണമെൻറ്റുകൾ, പക്ഷേ കേരളത്തിൽ എത്രയോ ടൂർണമെൻറ്റുകൾ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കളികളായിരുന്നു. ആ കളികൾ ഇപ്പോൾ ഇല്ല, ഇപ്പോൾ ലീഗിൽ മാത്രം. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം പുതിയ റൂള് വരും, ഫിഫയുടെ പുതിയ റൂളുകൾ വരുമ്പോൾ അതനുസരിച്ച് നമുക്ക് പെരുമാറാൻ സാധിക്കുള്ളൂ. അത് ലീഗ് അതുപോലെ തന്നെ 10-20 ടീമുകളുടെ ലീഗ് വന്നു തരികയാണെങ്കിൽ ഒരുപാട് മത്സരങ്ങൾ കിട്ടും. അതാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരമാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിപ്പോൾ എടുത്ത് പറയുന്നത്, നമ്മളിപ്പോൾ ISL വന്നു 2014. കാരണം ഇന്ത്യൻ ഫുട്ബോൾ ചെറുതായിട്ടൊന്നും മങ്ങി തുടങ്ങിയ ടൈമായിരുന്നു. അപ്പോഴാണ് ISL വന്ന് രണ്ടാമതൊരു പിക്കപ്പ് വന്നത്. അതായത് കളികൾ അത് ഇനീഷ്യേറ്റീവ് എടുക്കാൻ ആൾക്കാരുണ്ടായി കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് ഇപ്പം ഞാൻ അനിലും അതുപോലെ തന്നെ മീരാൻ പ്രസിഡൻറ്റും ചെയ്യുന്നത്. അപ്പോൾ നവാസ്ക ഭയങ്കരമായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് ഇതിൽ, അനിലും കൂടിയിട്ട്. അത് തന്നെയാണ് ഇപ്പോൾ സൂപ്പർ ലീഗ് വരുന്നതും. അത് കണ്ടിന്യൂസ് തുടരാൻ പറ്റുന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം ഒരുപാട് പ്ലേയേഴ്സിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറയാം കളിക്കാൻ പ്ലേയേഴ്സിന് ചാൻസ് ഇല്ല എന്നുള്ളത്. അപ്പോൾ അത് കളിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അത് തന്നെയാണ് SLKയുടെ ഏറ്റവും വലിയൊരു മാനദണ്ഡം. അതായത് വരുന്ന പ്ലേയേഴ്സുകൾക്ക് കളിക്കാനുള്ള അവസരങ്ങൾ.